ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണ ഒരു STK വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. വീട്ടിലേക്കുള്ള ഒരു ആംപ്ലിഫയർ, ഹോം മെയ്ഡ് ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് പാട്ട് കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അടിപൊളി കുഴപ്പമില്ലാത്ത നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയും സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു രീതിയിലാണ്, സാധാരണക്കാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ നോക്കുക. അതിൽ മുന്നൊരു കാര്യം കൂടി പറയാണ്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാതിരിക്കുക തന്നെ. നമ്മളെ ക്യാബിൻ ഇതാണ്, ഈ കാണുന്നതാണ് ക്യാബിൻ. അപ്പോൾ ക്യാബിന് എല്ലാ സൈഡും ഇതേപോലെ വീതി ഉണ്ടാവും. അപ്പോൾ ആ വീതിയുള്ള ഭാഗം നമ്മൾ ഡയൽ കയറാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കിൽ സ്പീക്കർ സോക്കറ്റ്, അതുപോലെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ഇതിനുള്ളത്, സോക്കറ്റിനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ AC കോഡിനുള്ള ഒരു ഹോള്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ ബാക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്ഫോമർ തന്നെയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കോപ്പർ വൈൻഡിംഗ് ഉള്ള ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 24/024 ഒരു 6 ആംപിയറിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമർ, 12/012 ഒരു 2 ആംപിയറിന്റെ അടുത്തുള്ള ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ആ ട്രാൻസ്ഫോമറിന് ആവശ്യമായിട്ടുള്ള ഒരു ഡയോഡ്, ഒരു 10 ആംപിയർ 15 ആംപിയറിന്റെ അടുത്തുള്ള ഒരു ബ്രിഡ്ജ് ഡയോഡ്, പിന്നെ 12 വോൾട്ടിന് വേണ്ടിയിട്ടുള്ള സിംഗിൾ സപ്ലൈക്കുള്ള 2 ഡയോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1N4007 അല്ലാച്ചെങ്കിൽ 2 ആംപിയർ ഡയോഡ് നമുക്ക് ഏതെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അതേപോലെ അതിനുള്ള കപ്പാസിറ്റർ, നമ്മളെ മെയിൻ സപ്ലൈക്കുള്ള കപ്പാസിറ്റർ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. 50 വോൾട്ട് 4700 കപ്പാസിറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ 12 വോൾട്ടിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഡുവൽ സപ്ലൈ കാരണം. പിന്നെ 12 വോൾട്ട് സിംഗിൾ സപ്ലൈക്ക് നമ്മൾ 25 വോൾട്ട് 4700 കപ്പാസിറ്റർ. പിന്നെ നമുക്ക് നമ്മളെ ബോർഡ് വരുന്നത് ഇതാണ് വരുന്നത്, 4141 ബോർഡാണ് വരുന്നത്. ICക്ക് ഒറിജിനൽ 450 രൂപയോളൊക്കെ വില വരുന്നുണ്ട്, 450-600 വില വരുന്നുണ്ട്. ഈ ബോർഡിന് നമുക്ക് മാക്സിമം ഒരു 120-150 രൂപയുടെ ഉള്ളിലാണ് ഈ ബോർഡിന് വില വരുന്നത്. പിന്നെ അതേപോലെ ട്രാൻസ്ഫോമറിന് വില വരുന്നത് 1000 രൂപയുടെ ഉള്ളിലാണ് ട്രാൻസ്ഫോമർ. 1000-1200 വരും. നമ്മളെ ആംബിയറിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ വന്നിട്ടുള്ളത് 1000 രൂപയുടെ ഒരു ട്രാൻസ്ഫോമറാണ്. 980 രൂപയോളം ട്രാൻസ്ഫോമറിന് വില വരുന്നുണ്ട്. അപ്പോൾ ആംബിയർ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വ്യത്യാസങ്ങൾ വരും. പിന്നെ നമുക്ക് വേണ്ടത് അതിനെ പറ്റിയൊരു ഹീറ്റ്സിങ്, അടിപൊളി അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഹീറ്റ്സിങ്. പിന്നെ പോരാത്തന്നെ ഒരു എക്സ്ട്രാ ഒരു ഫാന്, പിന്നെ അതുപോലെ നമ്മളെ ഫാൻ ഒരു ബോർഡ്. അപ്പോൾ എപ്പോഴും ഫാൻ തിരിയണ്ട, നമ്മളെ ചൂടാകുമ്പോൾ മാത്രം തിരിഞ്ഞാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ബോർഡ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ബാർ സ്റ്റൗൾ ബോർഡ്, നമ്മൾ കൂടുതൽ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഒരു ഇതൊക്കെ മാച്ച് ആവാറ് ഇതിന്. അപ്പോൾ ഈ ബോർഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതല്ല, വർക്കിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ബോർഡ് നമ്മൾ സെപ്പറേറ്റ് ചിലപ്പോൾ വെക്കും. അപ്പോൾ പിന്നെ അതേപോലെ ഒരു SMD കമ്പോണൻസ് വെച്ചിട്ടുള്ള വേറെ ബാർ സ്റ്റൗൾ ഉണ്ട്. ഇതിൽ ഏതാണ് മാച്ച് ആവുന്നത് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കും. ആദ്യം ഇത് വെച്ചിട്ട് നമ്മൾ നോക്കും. അപ്പോൾ അതിൽ നമ്മൾ കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ ബോർഡാണ് വരിക, ഒരു 120-130 രൂപയോളം വില വരുന്ന ഒരു ബോർഡാണ്, ബാർ സ്റ്റൗൾ ബോർഡാണ്. 100 കേടെ 2 കൺട്രോളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ. അപ്പോൾ അതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ 100 കേടെ 2 കൺട്രോൾ, ഡുവൽ കൺട്രോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിബൺ വയർ, പിന്നെ അതേപോലെ ഷീൽഡ് വയർ, പിന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതേപോലെ ഒരു ബുഷ്കിറ്റിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ബുഷ്കിറ്റ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഇടക്കിടക്ക് ഈ സാധനങ്ങൾ മേടിക്കുന്ന കാരണം ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ, ഒരു വലിയൊരു ടിന്ന് നിറച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേപോലെ നെട്ടും ബോൾട്ടും കാര്യങ്ങളും ഇതിന്റെ സ്പേസറും കാര്യങ്ങളും അതേപോലെ ബുഷ് കാര്യങ്ങളൊക്കെ അല്ലാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു AC കോഡ്, കറണ്ടിൽ കുത്താനുള്ള വയർ. പിന്നെ നമ്മളെ ഫ്രണ്ട് ഡയലി കാണുന്നതാണ് നമ്മളെ ഫ്രണ്ട് ഡയലി. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രണ്ട് ഡയലി, 2 വോളിയം കൺട്രോളൊക്കെ വെച്ചിട്ടുള്ള ഫ്രണ്ട് ഡയലി. പിന്നെ ഇതിൽ ഒരു ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്, നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അത് കാരണം ഇതിൽ ഒരെണ്ണം സബ് വോളിയാണ്. അപ്പോൾ നമ്മളത് ചെയ്തതിൽ ഒരു ചെറിയ മാറ്റം വന്നപ്പോൾ സബ് വോളിയം വന്നിട്ടുള്ളതാണ് 2.1ന്റെ സെറ്റപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ വെക്കാം, അല്ലെങ്കിൽ സിംഗിൾ കൺട്രോൾ വെക്കാം. ഇതിൽ വേറെ ഒരു ഡെമ്മി ആയിട്ടൊരു കൺട്രോൾ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഗെയിൻ എന്നുള്ള സബിനുള്ള ഗെയിനാണ്. അപ്പോൾ നമ്മൾ അതിൽ മൈക്കുള്ള ഒരു പിന്നാണ് അതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഇതിന്റെ ഉള്ളിലാണ് വരിക, പുറത്തേക്ക് മാത്രമാണ് ആ ഡിസ്പ്ലേയുടെ വെളിച്ചം കാണുള്ളൂ. പിന്നെ നമ്മളൊരു G-Starന്റെ ഒരു വൈറ്റ് ഡിസ്പ്ലേ ബോർഡ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും ഇപ്പോൾ ഇതാണ് ഒരു കാണുമ്പോൾ ഒരു ബ്രാൻഡഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ G-Starന്റെ ബോർഡാണ്. പിന്നെ നമുക്ക് അതേപോലെ കുറച്ച് വയറുകൾ. അപ്പോൾ അതേപോലത്തെ വയറുകൾ പാക്കറ്റിലാണ് വയർ വരുന്നത്. 10 രൂപ, 15 രൂപ, 20, 25, 40, 60 പല റേഞ്ചും വരുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ വയറുകൾ. പിന്നെ സ്പീക്കർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കഷ്ണം വയർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ എന്തെങ്കിലും വിട്ടു പോയിട്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ആംപ്ലിഫയറിന്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ആദ്യക്ക് തന്നെ നമ്മൾ ട്രാൻസ്ഫോമർ ഉറപ്പിക്കാന്നുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിനുള്ള ഹോളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തുളച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ വെക്കുക, മാർക്ക് ചെയ്യുക, എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്യുക, ഡ്രില്ലോ മണപ്പഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് ഹോൾ അടിക്കാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ട്രാൻസ്ഫോമർ, പവറിന്റെ സെക്ഷനായ ട്രാൻസ്ഫോമർ തന്നെ പിടിപ്പിക്കുക. അത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതായി ബുഷ്കിറ്റിൽ അതിനുള്ള നെട്ടും ബോൾട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വലിയ നെട്ട്, വലിയ സ്ക്രൂ അതിൽ ഉണ്ട് നമുക്കിത് പിടിപ്പിക്കാനുള്ള. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ അതിന്റെ വാഷും ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന്റെ ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ നമ്മൾ നെട്ടും ബോൾട്ട് ഇട്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. 4 നെട്ടും ബോൾട്ട് ഇട്ടിട്ട് ഉറപ്പിച്ചു. പിന്നെ നമ്മൾ അതേപോലെ ഇതിന്റെ ബാക്കിലത്തെ ബുഷുകളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു. 4 ബുഷ്, വൈറ്റ് ബുഷാണ് വെച്ചിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അതിൽ. അപ്പോൾ ആ 4 ബുഷും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ വയറിങ്ങുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പവറിനുള്ള വയർ നമ്മൾ ഇതിനെ എടുക്കണം. അപ്പോൾ അതിന് ഇതേപോലത്തെ ഒരു റബ്ബറിന്റെ ഒരു ഇത് വരും. ഈ ക്യാബിന്റെ മീതെ വയർ എന്തെങ്കിലും സ്ലീവ് എന്തെങ്കിലും പോയിട്ട് ടച്ച് ആവാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ അത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വേണം, ഈ ഹോളില് ഇട്ടിട്ട് വേണം നമ്മൾ വയർ അതിന്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ. അപ്പോൾ അതാണ് നല്ലത്. കറക്റ്റ് വയർ ക്ലിയർ ആയിട്ടിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് അതിക്ക്. അതുപോലെ എ സി കോഡ് അത്യാവശ്യം നല്ല കേജുള്ള ടൈപ്പ് എ സി കോഡ് തന്നെയാണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും നമുക്ക്. അപ്പോൾ അതിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കനുണ്ട്. അത്യാവശ്യം നല്ല കേജുള്ള കമ്പിയാണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ അത്യാവശ്യം നല്ല കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പിക്ക്. അപ്പോൾ രണ്ടിലും നല്ല കേജുള്ള കമ്പികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വയർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ വയർ നമുക്ക് ഇനി ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ റബ്ബറിന്റെ ബുഷ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ പവറിന്റെ കണക്ഷനുകളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിന്റെ വയറുള്ളിൽ കൂടെ പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ സ്ലീവ് തന്നെയാണ് ഇവിടെ കെട്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കെട്ടിട്ട് നിർത്തി നോക്കണം. വലിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിലോട്ട് മുട്ടിയിട്ട് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതേപോലെ വയർ നമ്മൾ സ്വിച്ചിന്റെ അവിടേക്ക് ഏകദേശം എത്താവുന്ന രീതിയിൽ വയർ എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഒരു വയർ ഇതും ഒരു വയർ നമുക്ക് നേരെ ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുക്കേണ്ടത്. ട്രാൻസ്ഫോമറിനുള്ള ഒരു വയർ നേരെ സ്വിച്ചിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഒരു വയറും എ സി കോഡിന്റെ ഒരു വയറും കൂടിയിട്ട് നമ്മൾ ഇവിടെ ജോയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മറ്റേ വയറാണ് നമ്മൾ എടുത്തിട്ട് നേരെ സ്വിച്ചിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏത് വയർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഈ വയർ വേണമെങ്കിൽ സ്വിച്ചിലേക്ക് കൊടുക്കാം, ഈ വയർ വേണമെങ്കിൽ സ്വിച്ചിലേക്ക് കൊടുക്കാം. ഇതിൽ ഏത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വയർ ഇതേപോലെ സ്ലീവൊക്കെ കളഞ്ഞ് കറക്റ്റ് ചെയ്തു. അപ്പോൾ അത് പരമാവധി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അല്ലാതെ അത് സ്പാർക്കിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണെന്നല്ല, എന്തായാലും വരും. അപ്പോൾ നമ്മൾ ഡബിൾ സ്ലീവ് ഇട്ട് കൊടുക്കുകയാണ്, സിംഗിൾ അല്ല ഇട്ട് കൊടുക്കണം. 2 സ്ലീവായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കഷ്ണം സ്ലീവ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിന് മീതെ കൂടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ചൂടാക്കിയതിന് ശേഷം അതിന് മീതെ കൂടെ തന്നെ നമുക്ക് മറ്റേതും കയറ്റിയിടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അറിയണവർ ഇതൊന്നും കാണണമെന്നില്ല, അറിയണവർക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അതല്ലാത്തവർ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് നമ്മളിത് ഇങ്ങനെ ഫുള്ളായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാനുള്ളൊരു പറഞ്ഞത്. അല്ലാച്ചെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ആംപ്ലിഫയർ ഒക്കെ ചെയ്യണവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭാഗത്ത് ഈ 2 ലൈനിലാണ് സപ്ലൈ വരിക, കറണ്ട് വരിക. ഈ എ സി കോഡിൽ ഇതിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ന്യൂട്രും ഒരെണ്ണത്തിൽ ഫേസോ വരിക. അപ്പോൾ 2 പിന്നായ കാരണം തിരിച്ചു മറിച്ചൊക്കെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ കുത്തും. അപ്പോൾ ഏതിലാണ് ഫേസ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ തൊടുമ്പോൾ സൂക്ഷിക്കുക. ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട് എന്നല്ല, എന്തായാലും ഷോക്ക് അടിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഷോക്ക് അടിക്കാനുള്ള ഒരു മെയിൻ ലൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ സ്വിച്ചിലേക്ക് വരുന്ന കണക്ഷനും. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ സ്ലീവ് ഇട്ടതിൻ്റെ ശേഷം ഇതേപോലെ ചൂടാക്കുക. അപ്പോൾ ആ സാധനം ടൈറ്റ് ആവും. ടൈറ്റ് ആയതിൻ്റെ ശേഷം അടുത്ത സ്ലീവും നമ്മൾ അതിൻ്റെ മീതെ കൂടെ തന്നെ കയറ്റിയിട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് 2 സ്ലീവ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു കാരണവശാലും ലീക്ക് വരാൻ പാടില്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ 2 സ്ലീവ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്യണം. അപ്പോൾ അത് വയറവിടെ സെറ്റായി. അപ്പോൾ ഒരു വയറവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവസാനം നമുക്ക് വയർ ടൈം കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു വയറും കൂടി നമുക്ക് വേണം. അപ്പോൾ ഈ സ്വിച്ചിലേക്ക് വയർ നീളെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വയറിൻ്റെ ആ ബ്ലാക്ക് വയറിൻ്റെ ബാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വയറും അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ക്ലിയർ ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതേപോലെ തന്നെ സ്ലീവ് ഇടുക. അതിന് ശേഷം നമുക്ക് സ്വിച്ചിൻ്റെ മീതെയാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത്. ബാക്കി വരുന്ന 2 വയർ നമ്മൾ നേരെ സ്വിച്ചിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യണത്. അപ്പോൾ കണക്ഷനുകൾ ഇപ്പോൾ ഇതിലിപ്പോൾ ട്രാൻസ്ഫോമർ വയർ അങ്ങോട്ട് തിരിഞ്ഞാണ്ടൊന്നും പ്രശ്നമില്ല. നമ്മൾ പവർ സപ്ലൈ ബോർഡിലേക്ക് കൊടുക്കുന്ന കണക്ഷനുകളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് 0 വരുന്ന കണക്ഷനുകളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കണം. അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് എന്തായാലും അടിച്ചു പോകും. അപ്പോൾ ആ വയർ നമ്മൾ സോൾഡർ ചെയ്തു. അങ്ങനെ 2 വയർ നമ്മൾ കറണ്ടിനുള്ള 2 വയർ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മേക്ക് സ്ലീവ് ഇട്ടിട്ട് സാധനം സെറ്റാക്കാം. അതേപോലെ തന്നെ നമ്മൾ 2 സ്ലീവിൻ്റെ കഷ്ണം എടുത്തു.
ഫസ്റ്റത്തെ സ്ലീവ് കയറ്റുക, നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും സെറ്റാക്കാം. വയറിങ്ങുകളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതേപോലെ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ 2 കണക്ഷനാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മെയിനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വയർ നേരെ ട്രാൻസ്ഫോമറിലേക്കും, ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഒരു വയറും അതുപോലെ നമ്മളെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള എന്താ പറയുക AC ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വയറും കൂടിയിട്ടാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു വയർ നേരെ ഡയറക്റ്റ് ട്രാൻസ്ഫോമറിലേക്ക്, ഒരു ട്രാൻസ്ഫോമറിന്റെ വയറും AC ബോർഡിന്റെ ഒരു വയറും കൂടിയിട്ട് നേരെ സ്വിച്ചിലേക്ക്. അപ്പോൾ അതാണ് ഈ കാണുന്ന കണക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ഇതിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നമ്മളിവിടെ വയർ ടൈ അടിച്ചിട്ടുണ്ട്. വയർ നമ്മൾ ട്രാൻസ്ഫോമറിന് അധികം നീളം കട്ട് ചെയ്യാത്തത്, എന്തെങ്കിലും കാരണവശാൽ AC ബോർഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ മാറ്റുമ്പോൾ വീണ്ടും ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് തീരെ നീളം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് പിന്നെ ട്രാൻസ്ഫോമർ മാറ്റേണ്ട ഒരു അവസ്ഥ വരും. ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. കട്ട് ചെയ്ത് നീളം കുറയുമ്പോൾ ഇടക്കിടക്ക് കംപ്ലൈന്റ് വരുന്നില്ല. എന്നാലും നമ്മൾ സേഫ്റ്റി എന്നുള്ള രീതിയിൽ ലേശം നീളത്തിലിട്ടിട്ട് വയർ ടൈ അടിച്ചിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പവർ സപ്ലൈ സെക്ഷനാണ് ഈ കാണുന്നതാണ് പവർ സപ്ലൈയുടെ സെക്ഷൻ വരുന്നത്. നമ്മളെ 24/024. അപ്പോൾ അതിൻ്റെ തല നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ചടവരഞ്ഞിട്ട് കിടക്കണ വയറൊക്കെ ക്ലിയർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള കണക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഡയോഡിലേക്കാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത്. ഡയോഡിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം ആദ്യം. അപ്പോൾ കപ്പാസിറ്ററിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ വശത്ത് വരുന്നത് ഈ കാണുന്നതാണ് നെഗറ്റീവ്. അപ്പോൾ ഈ 2 സൈഡിലും കാണുന്ന ഈ ബ്ലാക്ക് വരെയാണ് നെഗറ്റീവ്. അപ്പോൾ സെൻറ്ററിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടിയിട്ട് വരണം. അതുപോലെ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, അങ്ങനെയാണ് വരേണ്ടത്. സെൻറ്ററിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും, 2 നെഗറ്റീവും കൂടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഡുവൽ സപ്ലൈ ആവില്ല. അതേപോലെ 2 പോസിറ്റീവും കൂടി വന്നു കഴിഞ്ഞാലും ഡുവൽ സപ്ലൈ ആവില്ല. അപ്പോൾ അത് കാരണം ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടിയിട്ട് ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ 2 കാലുകൾ നമ്മൾ മടക്കിയിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് രണ്ടും കൂടി സോൾഡർ ചെയ്യുക. പിന്നെ ഡയോഡ് എന്ന് പറഞ്ഞ 2 കണക്ഷനാണ് ഈ 2 തലക്കിലേക്ക് പോവുക. അപ്പോൾ കപ്പാസിറ്റർ നമ്മൾ ഈ ഭാഗത്ത് ഒട്ടിച്ചേക്കാണ് ചെയ്യാൻ പോകുന്നത്. 2 കപ്പാസിറ്ററും മറ്റേ കപ്പാസിറ്റർ അതിൻ്റെ തൊട്ട് തന്നെ നമ്മൾ പവർ സപ്ലൈയുടെ ഈ തൊട്ട് തന്നെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് എനിക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ കപ്പാസിറ്റർ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയോഡ് നമ്മൾ എടുത്തു. ഡയോഡിൻ്റെ ഈ കട്ടിങ്ങുള്ള ഭാഗമാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് പോസിറ്റീവ്. പിന്നെ അതേപോലെ എസ് പോലെ കൊടുത്തിട്ടുള്ള 2 ഭാഗമാണ് നമുക്ക് AC ട്രാൻസ്ഫോമറിന് കൊടുക്കാനുള്ള കണക്ഷനാണ് ഈ 2 സൈഡിലും കാണുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഡയോഡിന്റെ AC എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ച ഭാഗത്തേക്ക് നമ്മൾ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗം നമ്മൾ ഇതേപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ട്രാൻസ്ഫോമറിന് വന്നിട്ടുള്ള ഈ ബ്ലാക്ക് വയർ രണ്ടാണ് നമ്മൾ ഈ 2 പിന്നിലേക്കും കൊടുക്കേണ്ടത്. മറ്റേത് പോസിറ്റീവ് കട്ടിങ് ഉള്ള ഭാഗം ഇവിടെ പോസിറ്റീവും, കട്ടിങ് ഇല്ലാത്ത ഭാഗം ഇവിടെ നെഗറ്റീവ്. അതിന് എഴുതിയിട്ടുണ്ട് ഡയോഡിന്റെ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ട്രാൻസ്ഫോമർ എന്നുള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്നുള്ള കണക്ഷൻ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വയർ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം, ക്ലിയർ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ വയർ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നീളം നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ആ 2 വയർ നമ്മൾ 2 തലക്കിലേക്കും കൊടുത്തിട്ടുണ്ട് ഡയോഡിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇതാണ് നമ്മളെ ഗ്രൗണ്ട് വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സെൻറ്ററിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സെൻറ്ററിലേക്ക് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് പോസിറ്റീവ്, 0, മൈനസ് അങ്ങനെയാണ് നമുക്ക് കണക്ഷൻ എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യാനുസരണം നമ്മൾ കമ്പിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് നിർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് 3 കണക്ഷനാണ് നമുക്ക് ബോർഡിലേക്കുള്ള കണക്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, 0ക്കുള്ള 3 കണക്ഷൻ വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ 3 വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ 3 വയർ നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് പോസിറ്റീവ് ഈ കാണുന്ന സൈഡിലാണ് പോസിറ്റീവ് ആണ്. അപ്പോൾ കപ്പാസിറ്ററും ഡയോഡും കൂടിയിട്ട് ഒറ്റ കണക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പോസിറ്റീവ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. പോസിറ്റീവ് നമ്മൾ അതിൽ സെറ്റാക്കി. പിന്നെ നെഗറ്റീവ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് നെഗറ്റീവ് വരുന്നത്. ഈ സൈഡിലാണ് നെഗറ്റീവ്. നമ്മൾ പറഞ്ഞ പോലെ അതേ സ്പോട്ടിൽ തന്നെയാണ് നെഗറ്റീവ് വരുന്നത്. വേറെ മാറ്റങ്ങളൊന്നും ഇല്ല നമുക്ക്. അപ്പം അതിൽ നമ്മൾ നെഗറ്റീവ് നമ്മൾ കൊടുത്തു. പിന്നെ സെൻറ്ററിൽ ആ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ സെൻറ്റർ ടാപ്പിങ്ങും അതേപോലെ നമ്മളെ ഈ 0 കണക്ഷനും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് വരിക. അത് നമ്മൾ അതിലങ്ങോട്ട് സെറ്റാക്കി 3 കൂടിയിട്ട്. അപ്പോൾ 3 വയർ നമ്മൾ 3 കണക്ഷൻ നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഇതാണ് 3 കണക്ഷൻ കാണുന്നത്. അപ്പോൾ ആ 3 കണക്ഷൻ നമ്മൾ എടുത്തു. അപ്പോൾ അത് നമുക്ക് എവിടേക്കാണ് കൊണ്ടുപോകാനുള്ളത്, അപ്പോൾ അവിടേക്ക് നമ്മൾ ബോർഡ് എവിടെയാണ് വെക്കുന്നത്, അപ്പോൾ അവിടേക്ക് നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാം. ബോർഡ് നമുക്ക് വെക്കണ സ്പോട്ടിലേക്കായിട്ട് നമുക്ക് ആ വയർ നമുക്ക് നേരെ കൊണ്ടുപോകാം. അപ്പോൾ അത് ചെയ്യാനെ നമുക്ക് ഒതുക്കിയിട്ട് നമുക്ക് ഏത് വഴിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് എവിടെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇടുക. പിന്നെ നമുക്ക് ബാക്കി വരുന്ന വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നമ്മളെ മെയിൻ ബോഡിക്കുള്ള സപ്ലൈ നമ്മൾ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് സിംഗിൾ സപ്ലൈ ആണ്. സിംഗിൾ സപ്ലൈ 12 വോൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ 2 ഡയോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 2 ഡയോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ IN 5040 അല്ല 5408 ഈ കാണുന്ന ഡയോഡ്. 5408 നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ രണ്ട് ഡയോഡിന് പോസിറ്റീവ് ലൈൻ രണ്ടും കൂടിയിട്ട് നമ്മൾ ഇതേപോലെ കൂട്ടിപ്പിരിക്കുകയാണ് കറക്റ്റ് ചെയ്തിട്ട്. ഇതാണ് പോസിറ്റീവ് വരണത്, ഈ ഭാഗമാണ് പോസിറ്റീവ് വരിക. അപ്പോൾ അത് നമ്മൾ രണ്ടും കൂടിയിട്ട് കൂട്ടിപ്പിരിച്ചു. അപ്പോൾ നമ്മളത് ആവശ്യാനുസരണം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. എന്നിട്ട് നമ്മൾ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്ക് ആ രണ്ട് ഡയോഡിൻ്റെയും പോസിറ്റീവാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെയുള്ള പോസിറ്റീവ് ഈ വെള്ളവര കാണുന്ന ഭാഗം നമ്മൾ അതിലേക്കാണ് സോൾഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയോഡ് നമ്മൾ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്തു. ഈ വരുന്ന രണ്ട് പച്ച വയർ നമ്മളിപ്പോൾ ഡയോഡിന്റെ രണ്ട് സൈഡിലേക്ക് കൊടുക്കുക. അതേപോലെ ഈ ബ്ലാക്ക് വയർ നമ്മൾ കപ്പാസിറ്ററിന്റെ നെഗറ്റീവിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വയറും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും രണ്ട് കണക്ഷൻ വന്നിട്ടുള്ളത്. നമ്മളെ സിംഗിൾ സപ്ലൈ 12 വോൾട്ട് സപ്ലൈ ആണ് ഈ കാണുന്നത്, ഈ കപ്പാസിറ്ററിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാം ഇനി. അപ്പോൾ നമ്മളെ സിംഗിൾ സപ്ലൈക്കുള്ള കണക്ഷൻ നമ്മളൊരു പച്ചയും അതുപോലെ ചുവപ്പും കൂടിയിട്ടാണ് വയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇതേപോലെ ആവശ്യത്തിനനുസരിച്ച് അത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിട്ടിട്ട് മാറ്റിയിടുകയാണ്. ഈ കാണുന്നതാണ് പോസിറ്റീവും നെഗറ്റീവും. കെട്ടിടേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളിവിടെ മാറ്റിയിട്ടു. അപ്പോൾ ബോർഡിലേക്കുള്ള കണക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ STയുടെ ബോർഡ് ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മളതിൽ പോസിറ്റീവ് നെഗറ്റീവ് വിന്ന് എഴുതിയിട്ട് V+ എന്ന് എഴുതിയിട്ടുള്ള പോസിറ്റീവ് എഴുതിയിട്ടുള്ളത്, ഇത് നെഗറ്റീവ്, ഇതാണ് കാണുന്നതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കാനുള്ള കണക്ഷൻ ഈ കാണുന്നതിൽ നമ്മൾ പോസിറ്റീവ് ഇതിൽ കൊടുക്കുക. അതുപോലെ ഈ പച്ച വയർ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൊടുക്കുക, 0 കണക്ഷൻ. പിന്നെ അതേപോലെ നെഗറ്റീവ് ഇതിൽ കൊടുക്കുക, ബ്ലാക്ക് വയർ. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ആദ്യം നമുക്കിത് ഹീറ്റിങ്ങിൻ്റെ മീതെ ഹീറ്റിംഗ് കോമ്പൗണ്ടൊക്കെ ഇട്ടിട്ട് ഉറപ്പിക്കാം. അപ്പോൾ ബോർഡ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പറ്റണമെന്ന് നോക്കാം. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഹീറ്റിംഗ് കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ മീതെ അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് സാധനം പിടിപ്പിച്ചു. ഹീറ്റിംഗിൻ്റെ കോമ്പൗണ്ടൊക്കെ സൈഡ് കൂടെ തള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും ഹീറ്റിംഗ് കോമ്പൗണ്ട് എത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിനി ബോർഡ് നമ്മളെ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സ്ക്രൂ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് വെറുതെ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള സപ്ലൈ നമ്മൾ ഇനി കൊടുക്കാൻ പോവാണ്. അപ്പോൾ സപ്ലൈ നമ്മൾ ഇതേപോലെ കൊടുന്ന് ഒതുക്കിയിട്ട് നമ്മൾ കൊടുക്കാനാണ് പോകുന്നത്. കണക്ഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഗ്രൗണ്ട് വയർ നമുക്ക് ഈ കാണുന്ന പച്ച വയറാണ്. അപ്പോൾ പച്ച വയർ നമ്മൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തു. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പറഞ്ഞത് കാരണമാണ്. ഓരോരോ വയറുകൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എല്ലാ കണക്ഷനുകളും നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മൾ എല്ലാ വയറിങ്ങുകളും കറക്റ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പോൾ ക്ലിയർ ചെയ്ത് നമ്മൾ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല, ഒക്കെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗ്രൗണ്ട് വയർ നമ്മൾ ഇതിൽ കൊടുത്തു. ഇനി അടുത്ത് ഈ പോസിറ്റീവ് വോൾട്ടേജ് എന്ന് എഴുതിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോസിറ്റീവ് വയർ നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ വയറും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതും പോസിറ്റീവ് വോൾട്ടേജിൽ നമ്മൾ കൊടുത്തു. ഒറ്റ വീഡിയോയിൽ നമ്മളിത് അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും വിഷയമാക്കണില്ല നമ്മൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോട്ടാൻ ചെയ്തിട്ടാണ്. ഇനി നെഗറ്റീവ് വോൾട്ടേജ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് നമ്മളിതാ ഈ തലക്കിലാണ് നെഗറ്റീവ് വോൾട്ടേജ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ആ കണക്ഷൻ കൂടി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ പവറിന്റെ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അതാണ് രണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സ്പീക്കർ സോക്കറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. സ്പീക്കർ സോക്കറ്റ് നമുക്ക് 2 നെറ്റ് മോൾട്ട് ഇട്ടിട്ട് നമുക്ക് ബാക്കിൽ അതിന്റെ ഹോളിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ നെഗറ്റീവ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവസാനം നമുക്ക് ഇതൊക്കെ വയർ ടൈ അടിച്ചിട്ടൊന്ന് ഒതുക്കി സെറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ഇത് ബോർഡ് ഇവിടെ ഇരുന്നു. അപ്പം അധികം സാധനങ്ങളും വയറിങ്ങും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടുള്ള വയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ആംപ്ലിഫയർ ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി സ്പീക്കർ വയർ നമുക്ക് ഇതിൽ സ്പീക്കർ സോക്കറ്റ് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. അപ്പോൾ സ്പീക്കർ സോക്കറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ട് 8 മോൾട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് റെഡ് കാണുന്നത് ഈ ബാക്കിൽ പിന്നിൻ്റെ മീത് കാണുന്ന റെഡാണ് പോസിറ്റീവ്, അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ്. അപ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡിലേക്കാണ് പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കേണ്ടത്. അപ്പോൾ ചാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഇതിൽ പോസിറ്റീവ് നമ്മൾ ഇതിൽ സോൾഡർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്യാൻ പോവാണ്. നെഗറ്റീവ് നമ്മൾ ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി മറ്റേ ചാനലും കൂടി നമുക്ക് കൊടുക്കാണ്ട്, രണ്ടാമത്തെ ചാനലും കൂടി നമുക്ക് കൊടുക്കാണ്ട്. അപ്പോൾ
ഫസ്റ്റ് ചാനൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു സ്പീക്കർ വയർ. അപ്പോൾ നമ്മളെ വയർ നമുക്കിതിൽ എത്ര നീളത്തിൽ വേണമെങ്കിലും ഇടാം. അപ്പോൾ നമ്മളത് ഒതുക്കി നമുക്കിതിൽ സെറ്റ് ചെയ്യാം വയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വയർ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ടാഗ് അടിച്ച് വയർ ടൈ അടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇനി അടുത്ത ഒരു സ്പീക്കർ ലൈൻ കൂടി നമുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡിലേക്കുള്ള സപ്ലൈ അതേപോലെ ഔട്ട്പുട്ടായി. ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻപുട്ടാണ്. ഇൻപുട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. അതിന് ബാസ്റ്റബിളും USB ബോർഡ് ഫ്രണ്ട് പാനൽ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യണം വോളിയം കൺട്രോൾ. അപ്പം അത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആമ്പിൻ്റെ പണി കഴിയും. അപ്പം അതിന് സെൻട്രലാണ് നമ്മളെ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ സ്പീക്കർ സോക്കറ്റിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്തു. അതേപോലെ തന്നെ മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ആ 2 കണക്ഷൻ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ സ്പീക്കർ ലൈൻ മൊത്തം നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ സ്പീക്കറിൻ്റെ ലെഗിൻ്റെ സാധനം ഒന്ന് മടക്കിക്കുക നൈസായിട്ട്. അപ്പോൾ അടുത്ത വയർ അടുത്ത സ്പീക്കറിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഇതിലാണ് സ്പീക്കറിൻ്റെ പോസിറ്റീവ് വരുന്നത്. പോസിറ്റീവ് ഇതിലും നമുക്ക് കോമൺ ആയിട്ടാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് അതിലും കൊടുക്കാം നമുക്ക്. 2 സ്പീക്കർ ലൈനും കൊടുത്തു. കോമൺ ആയിട്ട് 2 നെഗറ്റീവ് നമ്മൾ ഒരുമിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ. അപ്പോൾ അത് 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അതുപോലെ ട്രാൻസ്ഫോമറിൽ നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് അതേപോലെ നെഗറ്റീവ് ഗ്രൗണ്ട് ഈ കാണുന്ന പച്ച വയർ, ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് പച്ച വയറാണ് ഗ്രൗണ്ട് വയർ 0 വയർ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇതിലേക്കുള്ള സപ്ലൈ കൊടുത്തു. ഈ ഇൻപുട്ട് ഈ കാണുന്നതാണ് ഇൻപുട്ട് IN എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻപുട്ട് ഇതിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇൻപുട്ടാണ് നമുക്ക് ഇനി കൺട്രോളിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് കൺട്രോളിലേക്ക് കൊടുക്കാം. കൺട്രോളിലേക്ക് എവിടെയാണ് നമ്മൾ കൺട്രോൾ വെക്കുന്നത് അപ്പോൾ ആ നീളത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വയർ ഷീൽഡ് വയർ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഷീൽഡ് വയർ ഇടുന്നതിന് വേറെ കാര്യമുണ്ട്. നമുക്ക് അമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം നോയ്സുകളൊക്കെ ഒഴിവായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് സെക്ഷനിൽ. അപ്പോൾ ഷീൽഡ് വയർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സ്ലീവ് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ 2 വയറും ഒരു ഷീൽഡാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നീളത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കുക. എന്നിട്ട് നമുക്ക് ഒരെണ്ണം ഇതിലും കൊടുക്കുക. കൺട്രോളിലേക്ക് കൊടുക്കാനുള്ള കണക്ഷനാണത്. അപ്പോൾ ഒരു ഇൻപുട്ട് കണക്ഷൻ നമ്മൾ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പോസിറ്റീവ് അല്ല റെഡ് വയർ നമുക്കത് ലെഫ്റ്റ് ആയിട്ടോ റൈറ്റ് ആയിട്ടോ ഉപയോഗിക്കാം, ഏത് ചാനലും ആണെങ്കിലും. അപ്പോൾ ഒരു വയർ നമ്മൾ അതിൽ കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്തു. ഇനി രണ്ടാമത്തെ വയർ നമുക്ക് ഇവിടുത്തെ ഇൻപുട്ടിലാണ് നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത്. ആ ഇൻപുട്ടും ആ ഷീൽഡ് വയർ നേരെ നമ്മളെ ഗ്രൗണ്ടിലേക്കും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കണക്ഷൻ സെറ്റായി. ഇനിയിപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് അതിന് ചെയ്യാനില്ല നമുക്ക്. ഇപ്പോൾ ബ്ലാക്ക് വയർ നമ്മൾ അതിൽ സോൾഡർ ചെയ്തു. പിന്നെ അതേപോലെ ആ ഷീൽഡ് വയർ നമ്മൾ ഷീൽഡിൻ്റെ ആ ഇത് വന്നിട്ടുള്ളത് നേരെ ആ ഗ്രൗണ്ട് വയർ നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലാണ് ഗ്രൗണ്ട് വന്നിട്ടുള്ളത്, ഈ കൺട്രോളിൻ്റെ ഇൻപുട്ടിൻ്റെ സൈഡിൽ. അപ്പോൾ അത് നമ്മൾ ഇതിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വയർ നമ്മളവിടെ സോൾഡർ ചെയ്തു. അപ്പോൾ നമ്മളെ ഈ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായി. നമുക്ക് കൺട്രോൾ വരുന്നത് ഇതിലാണ്, വോളിയം കൺട്രോൾ വരുന്നത്. അപ്പോൾ വോളിയം കൺട്രോളിനനുസരിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് വോളിയം വരുന്നത്, ഇവിടെയാണ് സബ് വോളിയം വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് മെയിൻ വോളിയം വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ സൈഡിലേക്ക് നമ്മൾ ആ കൺട്രോളിൻ്റെ കണക്ഷൻ ഈ സൈഡിലേക്കാണ് കൊണ്ടുവരുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇവിടേക്ക് എന്തായാലും ഷീൽഡ് വയർ ഉപയോഗിച്ച് ഏറ്റവും ബെറ്ററായ കാര്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അത്രയും ലെങ്ത്തിലേക്കുള്ള വയർ, നമുക്ക് ആവശ്യത്തിനുള്ള വയർ നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഒരു ആവറേജ് നീളത്തിൽ നമ്മൾ സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കൺട്രോളിലേക്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ കൺട്രോൾ നമ്മൾ 100K കൺട്രോൾ തന്നെയാണ് വോളിയത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാനൽ നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഉസ്കൂർ ചെയ്യണമെങ്കിൽ ഉസ്കൂർ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കൺട്രോൾ നമ്മൾ വോളിയം കൺട്രോൾ ഈ സൈഡിലാണ് വരുന്നത്. വോളിയം കൺട്രോൾ നമ്മൾ ഉള്ള വയർ ഇട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഔട്ട്പുട്ട് കൂടി കൺട്രോളിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൂടി നമ്മൾ എടുക്കണം. അത് നേരെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ബാസ് ട്രബിൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ബാസ് ട്രബിൾ ബോർഡ് നമ്മൾ ഇതിലാണ് ബാസ് ട്രബിൾ എന്ന് എഴുതിയിട്ടുള്ള അടുത്താണ് നമ്മൾ നെറ്റ് മോൾട്ട് ചെയ്യുന്നത്. അതിന് കൺട്രോൾ നമ്മൾ ഓൾറെഡി അതിൽ പിടിപ്പിച്ചിട്ടുള്ള കാരണം കൺട്രോളിൻ്റെ വയറും കണക്ഷനൊന്നും നമ്മൾ പറയാനില്ല. അപ്പോൾ ഇതേപോലത്തെ ബോർഡായ കാരണം നമ്മൾ കൺട്രോൾ ഇങ്ങനെയാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നേരെ അതിൽ സെറ്റ് ചെയ്യാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പവർ സ്വിച്ച് നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ പവർ സ്വിച്ചിനുള്ള വയർ നമ്മൾ 2 അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വയർ നമ്മൾ ഈ ഹോൾ കൂടെ നേരെ ഇതേപോലെ പുറത്തേക്ക് ഇടുക, അതിലേക്ക് കണക്ഷൻ കൊടുക്കുക.
സോൾഡർ ചെയ്യുക, ആ സ്വിച്ച് നമ്മളതിൽ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അത്രയുള്ള നമ്മളെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ പവർ സപ്ലൈയുടെ കണക്ഷൻ സ്വിച്ച് കൂടി കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സ്വിച്ചിൻ്റെ 2 കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ അതേപോലെ 2 കണക്ഷൻ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സ്ലീവ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ പ്രസ് ചെയ്തതിന് ശേഷം സ്ലീവ് ഇട്ടിട്ട് നമുക്ക് ചൂടാക്കാം. അപ്പോൾ സാധനം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെറുതെ പ്രസ് ചെയ്ത് വെക്കുകയുണ്ടോ, സ്വിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് അതിൻ്റെതായ ലെവലിൽ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറിയിരിക്കും. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, സ്വിച്ചിൻ്റെ പ്രസ്സിങ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ കറക്റ്റ് ഹോളാണ് അവർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ പ്രസ് ചെയ്ത് വെക്കുകയുണ്ടോ, സ്വിച്ച് അതിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ലീവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാതിരിക്കും. സ്ലീവ് ഇടുന്നത് വേറെ ഒന്നല്ല, നമ്മൾ മെയിനായിട്ട് അതിൽ പവർ വരുന്ന ഭാഗമായതുകൊണ്ടാണ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സ്ലീവ് ഇടുന്നത്. ഹീറ്റിംഗ് സ്ലീവ് ഇട്ടിട്ട് നമ്മൾ അത് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ടൈറ്റായിട്ട് സെറ്റായിട്ടിരിക്കും. അപ്പോൾ പിന്നെ വയർ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സാധനം അതിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പവർ സ്വിച്ച് നമ്മൾ അതേപോലെ പ്രസ് ചെയ്ത് ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ കൺട്രോൾ നമുക്ക് പിടിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺട്രോളിൻ്റെ ബാക്കി വരുന്ന 2 കാല്, ഇതാ ലാസ്റ്റത്തേക്ക് 2 കാലിലാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള വയറുകൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കൺട്രോളിൽ നിന്നുള്ള ഈ ബാസ്റ്റബിൾ ബോർഡിലേക്കുള്ള കണക്ഷനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നേരെ അതിൽ നിന്നുള്ള കണക്ഷൻ ബാലൻസ് വന്നിട്ടുള്ള 2 കാല് അതിലേക്കാണ് നമ്മൾ ഈ ബാക്കിയുള്ള ഈ കണക്ഷനുകൾ കൊടുക്കുന്നത്. അത് 2 നമ്മൾ അതിൽ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഈ ഷീൽഡ് വരുന്ന ഭാഗം നമ്മൾ നേരത്തെ കൊടുത്ത അതേ സ്പോട്ടിലേക്ക് തന്നെയാണ്, ഗ്രൗണ്ടിലേക്ക് തന്നെയാണ്. ആ 2 ലെഗ് കൺട്രോളിൻ്റെ 2 ലെഗും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് മടക്കിയിട്ട് കൊടുത്ത അതിലേക്ക് തന്നെയാണ് ഈ കണക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ അതിൽ സോൾഡർ ചെയ്തു. നമുക്കിനി ഈ കൺട്രോള് നമുക്കിതിൽ ഈ ഹോളിൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ഉറപ്പിക്കാം. അപ്പോൾ അതിന് ഇതിലൊരു ലെഗ് ഉണ്ടാവും, ആ ലെഗ് പൊട്ടിച്ചളഞ്ഞാലാണ് കറക്റ്റ്. അതിങ്ങനെ പ്ലയർ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരും. അപ്പോൾ നമുക്കിത് ഇതിൽ ഈ ഹോളിൽ വെച്ചിട്ട് നെട്ട് മോൾഡിട്ട് ടൈറ്റ് ചെയ്യാം കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള വയർ ഇതാ ഈ കിടക്കണതാണ് വയർ. അപ്പോൾ നമ്മളത് നേരെ കൊടുക്കുന്നത് ബാസ്റ്റബിൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ്. ബാസ്റ്റബിൾ ബോർഡിൻ്റെ ഔട്ട്പുട്ട് ഈ കാണുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിൽ സെൻറ്റർ വന്നിട്ടുള്ള ഗ്രൗണ്ട്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഔട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ ബാസ്റ്റബിൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നമ്മളെ USB ബോർഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ടാണ് നമ്മൾ ബാസ്റ്റബിൾ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വയർ നമ്മൾ ഇതേപോലെ ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ സോൾഡറിങ് ആണ്, നമുക്ക് പിന്നും കാര്യങ്ങളൊന്നും വെച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിങ് വയറിങ് അല്ല. അപ്പോൾ സോൾഡർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ വയർ നമ്മൾ ഇതിൽ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കേണ്ട ഇൻപുട്ടാണ്. ഇൻപുട്ട് ഈ കാണുന്നതാണ്, ഇതിലാണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് USB ബോർഡിൽ നിന്ന് വരുന്ന കണക്ഷൻ നേരെ അതിലേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ 12 വോൾട്ട് സപ്ലൈ ഇതിലേക്ക് കൊടുക്കണം. പിന്നെ നമുക്ക് റെഗുലേറ്ററിലേക്കും സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞ കണക്ഷൻ ഈ ബോർഡ് നമ്മളിപ്പോൾ ഇതിൽ നെട്ട് മോൾട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നെട്ട് മോൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇതേപോലെ ഇതിൽ കയറിയിരിക്കും കറക്റ്റ് ചെയ്തിട്ട് സാധനം. അപ്പോൾ നമുക്കത് ഇതിൽ സെറ്റാക്കിയിട്ട് കയറ്റി വയ്ക്കാം. ബാസും ട്രബിളും നമ്മളെ കൺട്രോള് അതിൽ ക്ലിയർ ആയിട്ട് കറക്റ്റ് സീറ്റിംഗ് ആണ് ബോർഡ്. അതിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് ക്ലിയർ ആയിട്ട് അതിൽ നെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സാധനം ഈ കൺട്രോളിൻ്റെ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ സാധനം അവിടെ സെറ്റായി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അത് അതിൽ ക്ലിയർ ആയിട്ടിരുന്നു. അപ്പോൾ ആ വയർ നമ്മൾ അതിൽ കൊടുത്തു. അപ്പോൾ പരമാവധി വയറുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി USB എന്ന് പറഞ്ഞ കണക്ഷനാണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ USB ബോർഡ് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ റെഗുലേറ്ററൈസ് ചെയ്യണം. റെഗുലേറ്ററൈസ് ഇവിടെ വെക്കുക നല്ലത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഹീറ്റ് നേരെ ഹീറ്റ് സിങ്കിൻ്റെ മീക്ക് പോകും. പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഈ ബോഡിയുടെ മീതെയാണ് ഇത് പിടിപ്പിക്കാറ്, അല്ലാതെ വേറെ ഒന്നിൻ്റെ മീതി നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ വയറിൻ്റെ കമ്പിയുടെ പീസൊക്കെ കിടക്കണമെങ്കിൽ പരമാവധി ഇതിൻ്റെ ഒന്ന് എടുത്ത് കളയുക. അതിൻ്റെ അവസാനം വയറിങ് അതിന് ശേഷം ഫുൾ ക്ലീൻ ചെയ്യുക. ക്യാബിൻ അങ്ങോട്ട് ഇങ്ങോട്ട് കളക്കുമ്പോൾ ഇതേപോലെ ലെഗിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്ന് ഷോർട്ടാവും, ബോർഡ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ USB ബാക്കിലത്തെ ഈ മൊഡ്യൂളിൻ്റെ ബാക്കിലത്തെ ഈ പാനലിൻ്റെ മീത്തെ സ്ക്രൂ 2 ഊരിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ ഈ സാധനം ഊരിയെടുക്കുക. അതേപോലെ നമുക്ക് കിട്ടും ഈ സാധനം. അപ്പോൾ അത് നേരെ ഇതിൻ്റെ ഈ ഗാഡിയിലേക്ക് നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഗാഡിയിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് 2 സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഇരിക്കും. അപ്പോൾ നമുക്കിത് അതിൽ പിടിപ്പിക്കാം. പിടിപ്പിച്ചതിൻ്റെ ശേഷം നോക്കാം. നമുക്ക് ഇപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് ഇതിലാണ്. പോസിറ്റീവ് വരുന്നത് ഈ കാണുന്നത് ഈ VDD എന്ന് എഴുതിയിട്ടുള്ളതാണ് നമ്മളെ പോസിറ്റീവ്. അപ്പം അതേപോലെ ഗ്രൗണ്ട് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. റെഡ് പിന്നാണ് പോസിറ്റീവ് നെഗറ്റീവും 5 വോൾട്ട് കൊടുക്കാനുള്ളത്. അതിൻ്റെ ഇത് കൊടുക്കാനുള്ളത് ഔട്ട്പുട്ട് ഇതിൽ നിന്നാണ് വരുന്നത്.
അതിന് തൊട്ട് ബാക്കിലുള്ള പിന്നിൽ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഓക്സിലറിക്കുള്ള ഔട്ട് ഇതാണ് കാണുന്നത്. മൈക്കയുടെ കണക്ഷൻ ഈ കാണുന്നതാണ് മൈക്കയുടെ കണക്ഷൻ. അപ്പോൾ USB ബോർഡ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലസ് മൈനസും വയർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ USB ബോർഡിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ നേരെ ഈ ബാസ്റ്റബിൾ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വയർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് അത് അതിൽ കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ബാക്കി പറഞ്ഞ ഈ കഷ്ണം നമുക്ക് ജോയിന്റ് ചെയ്തിട്ട് നമുക്ക് ഓക്സിൻ്റെ കണക്ഷനെ അല്ലെങ്കിൽ മൈക്കയുടെ കണക്ഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ വയർ നമ്മൾ അതിലേക്ക് സോൾഡർ ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ആ 3 വയർ നമ്മൾ കൊടുത്തു. സെൻറ്ററത്തെ നീല വയറാണ് ഗ്രൗണ്ട് വയർ. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് കണക്ഷൻ കൊടുത്തു. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇതാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വന്നിട്ടുള്ള സിംഗിൾ സപ്ലൈയിൽ നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവാണ് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ റെഡാണ് പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവാണ്, പച്ച വയർ നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ആ വയർ നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റെഗുലേറ്റർ ICക്ക് കൊടുക്കാനുള്ള വയറും കൂടി നമ്മൾ അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ 2 വയറും കൂടിയിട്ട് നമ്മൾ ഒരേപോലെ പച്ചയും ചുവപ്പും വയർ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ഒരു വയറും കൂടി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ റെഗുലേറ്ററിൽ നിന്ന് വന്നിട്ടല്ല നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നേരെ അതിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളത് മാറ്റി കൊടുക്കുക കണക്ഷൻ. അപ്പോൾ ആ വയർ നമ്മൾ ഇതേപോലെ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന 2 വയറാണ് ഈ കാണുന്നത്. അത് നമ്മൾ നേരെ റെഗുലേറ്റർ ICയിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ റെഗുലേറ്റർ ICക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വയർ നമ്മൾ നീളട്ടിട്ടുണ്ട്. അപ്പോൾ റെഗുലേറ്ററിലേക്കുള്ള കണക്ഷൻ കൂടി നമുക്ക് കൊടുക്കാം. റെഗുലേറ്റർ IC നമ്മൾ അതിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോസിറ്റീവ് ലൈനും നെഗറ്റീവ് ലൈനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ റെഗുലേറ്ററിൻ്റെ മീതെ ഇതേപോലെ ഇവിടെ ഒരു ചെറിയൊരു മാർക്കിങ് കാണാൻ പറ്റും നമുക്ക്. ഇതേപോലെ എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ക്യാമറയിൽ ഇതേപോലെ ഒരു 3 മാർക്കിങ് കാണാൻ പറ്റും. അതിലാണ് നമ്മൾ പോസിറ്റീവ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട് ഈ സൈഡിലാണ്, സെൻറ്ററിലാണ് ഗ്രൗണ്ട്. രണ്ടിൻ്റെയും ഗ്രൗണ്ട് സെൻറ്ററിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം മനസ്സിലായി തോന്നുന്നു കണക്ഷൻ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അത് അറിയാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് കാണിച്ചത്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോസിറ്റീവ് ലൈൻ നമ്മൾ അതിലേക്കാണ് കൊടുക്കുന്നത്. പോസിറ്റീവ് ലൈൻ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇനി അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ 2 നെഗറ്റീവും കൂടിയിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നീല വയറാണ് നമ്മളെ പോസിറ്റീവ് USB ബോർഡിൻ്റെ. അത് ലാസ്റ്റത്തെ ഈ എൻഡിലുള്ള വയറിലും കൂടി കൊടുത്ത് നമ്മൾ ഒരുവിധം വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറയാം. ഇനി നമുക്ക് ഓക്സും മൈക്കയുടെ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ കണക്ഷനുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണക്ഷന് നമ്മൾ അതിൽ കൊടുത്തു. അപ്പോൾ നമ്മളെ എല്ലാ വയറുകളും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കറക്റ്റ് സൈസിനുള്ള ക്യാബിൻ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളെ RCA സോക്കറ്റ്. അപ്പോൾ അത് ബാക്കിൽ നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ അത് ഇതിൽ സ്ക്രൂ ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഓക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ബാക്കിയുള്ള പിന്നെ ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ ഷീൽഡ് വയറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്സിൻ്റെ പിന്നെ നമ്മൾ അതിൽ കുത്തിയിട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇതേപോലെ അല്ല കമ്പനി മറ്റേ ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും സാധനം. അപ്പോൾ വയർ നമ്മൾ അതിൽ നിന്ന് എടുത്തു. നമ്മൾ നേരെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് നമുക്ക് വയറുകളൊക്കെ അവസാനം നമുക്ക് ഒതുക്കാനുള്ളതാണ്. ഒതുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ ടാഗ് അടിച്ച് സെറ്റ് ആക്കാമെന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ തലക്കിലത്തെ 2 പിന്നിൽ അല്ലാച്ചെങ്കിൽ നമ്മളിവിടെ റെഡും വൈറ്റും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഈ കണക്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ നമ്മൾ ഈ പിന്ന് ഇതേപോലെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഹീറ്റിംഗ് സ്ലീവൊക്കെ ഇട്ട് അതിന് ബാക്കി വന്ന കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുക്കാനുള്ള ഈ സൈഡിലത്തെ കണക്ഷനിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ബ്ലാക്ക് വയറും സോൾഡർ ചെയ്തു. അപ്പുറത്തേൽ നമ്മൾ റെഡ് വയറും സോൾഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കണക്ഷൻ അതിൽ നമുക്ക് ഓക്സിന് കൊടുക്കാനുള്ള TV എന്നൊക്കെ കുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് അവിടെ ശരിയായി. നമുക്ക് ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന പിന്നിലേക്കാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ അത് സോൾഡർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ആംപ്ലിഫയറിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു. നമുക്കിപ്പോൾ ആ കൂടിയിട്ട് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ നോബുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നോബുകൾ മാത്രമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്.
അപ്പോൾ നമ്മളിതിന്റെ സ്റ്റിക്കർ ആണ് പറക്കുകയാണ്. അപ്പോൾ നമ്മളെ ചാനലിന്റെ പേര് ഈ കാണുന്നതാണ് ചാനലിന്റെ പേര് ഇതിൽ അടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ചാനലിന്റെ പേര് അടിച്ചിട്ടുണ്ട്, അതിന് ഇത് മാൻ ഫോർട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പണി കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നോബും കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിൽ ഇപ്പം ഇല്ലാത്ത കാരണം നമ്മൾ സാധനം നോബ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ മൈക്കട പിന്നെ നമ്മൾ ഇതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സാധനം പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ്. പിന്നെ ഇതിന്റെ ഉൾവശം നമുക്ക് വയർ ടൈം കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഏകദേശം എത്രത്തോളം ടൈം ആയിട്ടുണ്ട് നമുക്കറിയില്ല. എന്നാലും നമ്മൾ ഒരു ഒറ്റയടിക്ക് കംപ്ലീറ്റ് വർക്കും കംപ്ലീറ്റ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് പ്ലേ ചെയ്ത് നോക്കി നോക്കാം മ്യൂസിക്. പിന്നെ നമുക്ക് മൈക്ക ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. മൈക്ക എന്തോരം ക്ലിയർ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് മൈക്കട പിന്നാണ് അതിൽ കുത്തുന്നത്. മൈക്കട പിന്ന് കുത്തിയിട്ട് നമുക്ക് നോക്കാം. മൈക്കട പിന്ന് ഇതിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ള മൈക്ക. അപ്പൊ അതിൽ മൈക്ക നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പൊ മൈക്ക നമ്മൾ പിന്നെ അതിൽ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഓൺ ആവും മൈക്ക. അപ്പൊ അത് ഓൺ ആയിട്ടുണ്ട്. ഹലോ ഹലോ ഇപ്പൊ മൈക്ക കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ മൈക്കയെ കൂടെയാണ് ഇതാണ് നമ്മളെ മൈക്ക കേട്ടോ. ഹലോ 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 ടാക്സി മൈക്ക് ടാക്സി മൈക്ക് ടാക്സി. അപ്പൊ അത്യാവശ്യം എക്കോ കാര്യങ്ങള് ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മൈക്കട ഈ പിന്നെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതിന്റെയാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്തിടാം മൈക്ക. അപ്പൊ ഓഫ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബട്ടൺ തന്നെ മോഡ് എന്നുള്ള ബട്ടൺ തന്നെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓഫായി. പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും നമ്മൾ ഫുള്ളായിട്ട് പറിച്ചിട്ടില്ല. അപ്പൊ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിക്കറുകൾ അത്രയും പറിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫിനിഷിങ് വരുന്നത്. നമുക്ക് ഇനി ഇതില് 2 ലൈറ്റും കൂടി സെറ്റ് ചെയ്യണം. ലൈറ്റും നോബും സെറ്റ് ചെയ്യണം. അത്തരം കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ആംപ്ലിഫയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും നല്ല വാട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഫിനിഷിങ് പറയണത് ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഒന്നുകൂടി തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. നോബും കാര്യങ്ങളൊന്നും ഇടാത്തതിന്റെ ഒരു വൃത്തികേട് ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്സ് കാര്യങ്ങൾ എല്ലാ വയറുകളും നമ്മൾ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ അടിപൊളി അസംബ്ലിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.